ഇന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ നാടും നഗരവും. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി കാൽവഴുതി കുളത്തിൽ വീണ് മരിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ നിഖിലാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ബെന്നി ബെഹനാൻ MP. പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു വരുത്തിയ ബെന്നി ബെഹനാൻ MP ചർച്ച നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. സദ്യക്കുള്ള സാധനങ്ങളും പുതുവസ്ത്രങ്ങളും പൂക്കളും വാങ്ങാനുള്ള തിരക്കിലാണ് ജനങ്ങൾ. ഇന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനും ഓണസദ്യ ഒരുക്കാനും നാടും നഗരവും ഒരുങ്ങുന്ന ദിനം. ഉത്രാടപ്പാച്ചിലിന്റെ ദിനം കൂടിയാണ് ഇത്. ഉത്രാട ദിനമാണ് ഒന്നാം ഓണമായി കണക്കാക്കുന്നത്. ഉത്രാട ദിനത്തിലെ തിരക്ക് പ്രസിദ്ധമാണ്. തിരുവോണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിന്റെ ദിവസമായതിനാൽ ഉത്രാടപ്പാച്ചിൽ എന്നൊരു ശൈലി പോലും ഓണവുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തം ദിനത്തിൽ ആരംഭിക്കുന്ന പൂക്കളമിടലിൽ ഏറ്റവും വലിയ പൂക്കളം ഉത്രാട ദിനത്തിലാണ് ഒരുക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ ഒരുക്കുന്ന കാഴ്ചക്കുറകളാണ് ഉത്രാടക്കാഴ്ചയെന്ന് അറിയപ്പെടുന്നത്. ഉത്രാട ദിനത്തിൽ സന്ധ്യയ്ക്ക് ഉത്രാടവിളക്ക് തയ്യാറാക്കാറുണ്ട്. മഹാബലിയെ വിളക്കിന്റെ അകമ്പടിയോടെ സ്വീകരിക്കുന്നുവെന്നാണ് വിശ്വാസം. പൂർവിക സ്മരണയ്ക്കായി ഉത്രാട ദിവസം നിലവിളക്ക് കൊളുത്തി ഓണവിഭവങ്ങൾ തൂശനിലയിൽ വിളമ്പുന്ന രീതിയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും സർക്കാരിന്റെ ഉത്രാടക്കിഴി ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് സമീപം ശ്രീലകം ഇല്ലത്തെത്തി. ചാഴൂർ കോവിലകത്ത് ശേഖരൻ ഭട്ടത്തിരിപ്പാട് മകൾ രമണി നന്ദകുമാർ, മകൾ ശ്രീലേഖ വർമ്മ എന്നിവർക്കാണ് സർക്കാരിന് വേണ്ടി തഹസിൽദാർ ഉത്രാടക്കിഴി വീട്ടിലെത്തി നൽകിയത്. കൊച്ചി രാജ്യവംശത്തിലെ പിന്മുറക്കാരായ സ്ത്രീജനങ്ങൾക്ക് ഓണം ആഘോഷിക്കാനായി കൊച്ചി രാജാവ് നൽകി വന്നിരുന്ന സമ്മാനമാണ് ഉത്രാടക്കിഴി. 10 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കാണ് ഉത്രാടക്കിഴി നൽകുന്നത്. രാജ്യഭരണത്തിന് ശേഷം ഈ പതിവ് സർക്കാർ ഏറ്റെടുത്തു. ആദ്യകാലത്ത് 14 രൂപയായിരുന്നു ഉത്രാടക്കിഴിയായി നൽകിയിരുന്നത്. ഇപ്പോൾ 1000 രൂപയാക്കി ഉയർത്തി. തഹസിൽദാർ KA ജേക്കബ്, ഡെപ്യൂട്ടി തഹസിൽദാർ PS ജയദേവൻ, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ MJ ആൻഡ്രു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്രാടക്കിഴി നൽകിയത്. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും പുത്തരി സദ്യയും ഉത്രാടം നാളിൽ നടന്നു. 11 മണിക്ക് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു. 2000-ലധികം പേർ പ്രസാദയൂട്ടിൽ പങ്കാളികളായി. പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്രിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് ക്ഷേത്രം പാട്ടമാളി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു. തൃപ്രയാർ അനിയന്മാരുടെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ വടക്കേനടയിൽ ദീപസ്തംഭത്തിന് സമീപം തൂശനിലയിൽ അരിമാവണിഞ്ഞ് നിറപറയുടെയും 5 തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിന്റെയും സാന്നിധ്യത്തിൽ കാഴ്ചക്കുല സമർപ്പണവും നടന്നു. പുത്തിരി നിവേദ്യത്തിന് 4 വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശത പായസവും തിടപ്പിളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖനാദത്തിൻ്റെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പാച്ചാമ്പിള്ളി രാമൻ നമ്പൂതിരി പ്രത്യേക പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു. നിവേദിച്ച പുത്തരി പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. 11 മണിക്ക് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു. 2000-ലധികം പേർ പ്രസാദയൂട്ടിൽ പങ്കാളികളായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത്, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ്, സത്യധർമ്മനടികൾ കോവിലകം പ്രതിനിധി, ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ, ട്രഷറർ KV മുരളി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി കാൽവഴുതി കുളത്തിൽ വീണ് മരിച്ചു. കാട്ടൂർ പോംപെ സെന്റ് മേരീസ് സ്കൂളിലെ +1 വിദ്യാർത്ഥി കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ നിഖിലാണ് കുളത്തിൽ വീണ് മരിച്ചത്. സ്കൂളിൽ ഓണാഘോഷമായിരുന്നു വെള്ളിയാഴ്ച. ഇതിനിടെയാണ് സ്കൂളിന് സമീപത്തുള്ള കുളത്തിലേക്ക് നിഖിലും സഹപാഠികളും കുളിക്കാൻ പോയത്. നീന്തലറിയാത്ത നിഖിൽ കരക്കിരിക്കുകയായിരുന്നു. ഇതിനിടെ കാൽ വഴുതി നിഖിൽ കുളത്തിലേക്ക് വീഴുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ മറ്റു വിദ്യാർത്ഥികൾ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വലിയ വലിപ്പവും ആഴവും ഉള്ളതാണ് കുളം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും കാട്ടൂർ പോലീസും ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഉച്ചതിരിഞ്ഞ് 5 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് NHAIയുടെ പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു വരുത്തി ബെന്നി ബെഹനാൻ MP ചർച്ച നടത്തി.
സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് MP അറിയിച്ചു. കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൌസിലായിരുന്നു ഉദ്യോഗസ്ഥരും കർമ്മസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ബെന്നി ബെഹനാൻ MPയുമായി ചർച്ച നടത്തിയത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് MP അറിയിച്ചു. അതിനുവേണ്ട മാറ്റങ്ങൾ പ്ലാനിൽ ഉണ്ടാകണമെന്നും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ശ്രമിക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. തുടർന്ന് ദേശീയപാത സംഭവസ്ഥലം PDയും ഉദ്യോഗസ്ഥരും കർമ്മസമിതി പ്രവർത്തകരും MPയോടൊപ്പം സന്ദർശിച്ച് ജനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കി കൊടുത്തു. PD അൻസുൽ ഹസൻ, ബിനു ശിവാലയ, കർമ്മസമിതി പ്രവർത്തകരായ KK അൻസാർ, OG വിനോദ്, PG നൈജി, ഡോക്ടർ ഷാജി, സുരേഷ് കുമാർ, പൊതുപ്രവർത്തകരായ ES സാബു, KP സുനിൽകുമാർ, VM ജോണി, PV രമണൻ, സനിൽ സത്യൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. മാള ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടവരുടെ വീടുകളിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ജയ ബിജു, സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബെന്നി, നബീസത്ത് ജലീൽ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ പ്രീജ സലീം, KV രഘു, ലിസി സേവ്യർ, സാബു പോൾ എന്നിവർ പങ്കെടുത്തു. 36 നമുക്ക് തുടക്കത്തിൽ 43 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് പേരെ നമുക്കതിൽ നിന്നും അവർക്ക് മരിച്ചു പോവുകയും ഇവിടുന്ന് സ്ഥലം മാറി പോവുകയും അങ്ങനെ കുറച്ച് പേരെ നമുക്ക് ഒഴിവാക്കേണ്ടതായി വന്നു. ഇപ്പം നിലവിൽ 36 പേരാണുള്ളത്. ആ 36 പേർക്കുള്ള കിറ്റുകളാണ് നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ ഇതായിട്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ചിലവഴിക്കാനുള്ള ഓർഡർ അനുസരിച്ച് ഇന്നലെ തന്നെ ആ കിറ്റുകൾ നമ്മൾ ശരിയാക്കി ഇന്ന് നമുക്ക് രാവിലെ ആ കിറ്റുകൾ പഞ്ചായത്തിലേക്ക് എത്തിച്ചു. എല്ലാ മെമ്പറും സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മാള സെന്ററിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. TP രവീന്ദ്രൻ, KV വസന്തകുമാർ, കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, ജോർജ് നെല്ലിശ്ശേരി, ബിനിൽ പ്രതാപ് തുടങ്ങിയവർ സംസാരിച്ചു. സീതാറാം യെച്ചൂരിയുടെ സ്മരണയിൽ സർവകക്ഷി അനുശോചന യോഗം അന്നമനട സെന്ററിൽ നടന്നു. T ശശിധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. TK സതീശൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് അന്നമനട മണ്ഡലം പ്രസിഡന്റ് KK തിലകൻ, RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, EK അനിലൻ, ശ്യാമള അയ്യപ്പൻ, TC സുബ്രൻ എന്നിവർ സംസാരിച്ചു. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ക്ഷേത്രമുറ്റത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മിനി ഉദ്ഘാടനം ചെയ്തു. RI മീര, ദേവസ്വം ഓഫീസർ വേണുഗോപാൽ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി ബിപിൻ ബാലൻ, ട്രഷറർ രാജൻ, എമിൽ കുമാർ, MC ഗിരീഷ്, KS സുനിൽ, KS ശിവറാം, രവീന്ദ്രനാഥ്, മുരളീധരൻ, ഉപേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ നിറപ്പകിട്ടോടെ ഓണം ആഘോഷിച്ചു. പ്രിൻസിപ്പൽ ഷൈനി KG ഓണ സന്ദേശം നൽകി. SN മിഷൻ ചെയർമാൻ AD ദിവാകരൻ, വൈസ് ചെയർമാൻ ES രാജൻ, സെക്രട്ടറി മാനേജറുമായ ദീപക് സത്യപാലൻ, ട്രഷറർ KK സിദ്ധാർത്ഥൻ, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. കുമ്മാട്ടിപ്പാട്ടോടെ കുമ്മാട്ടി പുല്ല് പറിച്ചു നൽകി ഓണാഘോഷത്തിനും കുമ്മാട്ടി മഹോത്സവത്തിനും തുടക്കം കുറിച്ച് നെട്ടിശ്ശേരി വൃന്ദാവൻ. ഉത്രാടം ദിനം രാവിലെ കുമ്മാട്ടി പാട്ടോടെ റിട്ടയർഡ് സുബൈദാർ മേജർ KK ഉണ്ണികൃഷ്ണൻ കുറുപ്പത്ത് പുല്ല് പറിച്ചു നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മോഹനന് കൈമാറി. ചടങ്ങ് നിർവഹിച്ചു. ചടങ്ങിൽ വൃന്ദാവൻ പ്രസിഡന്റ് വൈശാഖ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് അംഗങ്ങളും മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ദേശക്കാരും പങ്കെടുത്തു. കടലിൽ വലയെറിഞ്ഞ് ജില്ലാ കളക്ടറുടെ ഓണാഘോഷം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്രാടനാളായ ഇന്ന് അഴീക്കോട് കടലിൽ വല വീശാൻ ഇറങ്ങുകയായിരുന്നു. അനൌദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കൊടുങ്ങല്ലൂരിലെത്തിയ കളക്ടർ ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിൽ തൊഴിലാളികൾക്കൊപ്പം കടലിലിറങ്ങുകയായിരുന്നു. 13 കിലോമീറ്ററോളം ദൂരം കടലിൽ സഞ്ചരിച്ച കളക്ടർ തൊഴിലാളികൾക്കൊപ്പം വലയെറിഞ്ഞ് ഉത്രാടനാൾ അവിസ്മരണീയമാക്കി. പർവ്വതരാഹുൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ അർജുൻ പാണ്ഡ്യൻ ഇക്കുറി കടലിലും തന്നെ കൈക്കരുത്ത് തെളിയിച്ചു. ഓണനാളുകളിൽ ജനങ്ങൾക്ക് സുഗമമായി ഓണം ആഘോഷിക്കുന്നതിന് തൃശൂർ റൂറൽ പോലീസ് പരിധിയിൽപ്പെട്ട കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട സബ് ഡിവിഷനുകളിൽ റെയ്ഡുകളും വാഹന പരിശോധനയും കർശനമായി നടത്തുന്നു. ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഉത്രാട ദിനത്തിലും തിരുവോണ നാളുകളിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലും പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലും കൂടുതൽ ബൈക്ക് പട്രോളിങ്ങും
ഫുഡ് പട്രോളിംഗും ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. എം കെ സുബ്രഹ്മണ്യന്റെ പെരുംകോൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കൊടുങ്ങല്ലൂർ SNDP ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് സാഹിത്യകാരൻ ടി കെ ഗംഗാധരന്റെ അധ്യക്ഷതയിൽ കവി ഡോക്ടർ സി രാവണി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹരിശങ്കർ പുസ്തകം ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. സുനിൽ P മതിലകം, PN മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജൻ കൊള്ളിമറ്റം, അനിത ജയരാജൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം ക്ലാസുകളിൽ പരിമിതപ്പെടുത്തി. ക്ലാസ് തല ആഘോഷങ്ങളും പായസ വിതരണവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് ശേഷം ഓണാഘോഷത്തിന് വേണ്ടി സമാഹരിച്ച തുകയിൽ നിന്ന് ഒരു വിഹിതം വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. MLA ടി ടൈസൺ തുക മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, PT വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം, MPTA പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി എന്നിവരിൽ നിന്ന് ഏറ്റുവാങ്ങി. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിലും ഘടനയിലും വ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന വഖഫ് ബോർഡ് ബിൽ പ്രതിഷേധാർഹമാണെന്ന് ജബി മേത്തർ MP പറഞ്ഞു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. യോഗത്തിൽ MES സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. MES താലൂക്ക് പ്രസിഡന്റ് A മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് ഷമീർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KM അബ്ദുൾ സലാം, അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ നാടും നഗരവും. കാട്ടൂരിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥി കാൽവഴുതി കുളത്തിൽ വീണ് മരിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കിളിക്കോട് സിദ്ധാർത്ഥന്റെ മകൻ നിഖിലാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ബെന്നി ബെഹനാൻ MP. പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു വരുത്തിയ ബെന്നി ബെഹനാൻ MP ചർച്ച നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.